വയനാട്ടിലെ പുൽപ്പള്ളി പെരിക്കല്ലൂർ സംസ്ഥാന പാത തകർന്നതോടെ പ്രദേശവാസികൾ വലിയ ദുരിതത്തിലാണ്. റോഡിൽ പലയിടത്തും രൂപപ്പെട്ട കുഴികൾ കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവ് കാഴ്ചയായി മാറുന്നു. എത്രയും വേഗം ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പുൽപ്പള്ളി പെരികല്ലൂർ സംസ്ഥാന പാത നിർമ്മിച്ചിട്ട് വർഷം 20 കഴിഞ്ഞു. കാലാകാലങ്ങളിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ റോഡിൽ പലയിടത്തും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങളും മറ്റു ചെറുവാഹനങ്ങളും കുഴികളിൽ വീഴുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായി. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഒരനക്കവുമില്ല. ഇതിനിടെ അടിയന്തര അറ്റകുറ്റപ്പണിക്കെന്നും പറഞ്ഞ് 80 ലക്ഷത്തിലധികം രൂപ അനുവദിച്ച് ഉത്തരവിറങ്ങി. എന്നാൽ മാസങ്ങളായിട്ടും പണി ആരംഭിച്ചിട്ടില്ല. ഈ കാലത്തിന് ഇടയിൽ ഇതുവരെയും അതിൻ്റെ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും നടത്താതെ വലിയ തോതിലുള്ള യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു റോഡായിട്ട് മാറിയിരിക്കുകയാണിത്. നിരവധി ആളുകൾ പല പ്രാവശ്യം ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ള ഇവിടുത്തെ സ്ഥലം MLA അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും അവരുടെയൊക്കെ ശ്രദ്ധ നമ്മുടെ നിയമസഭയിലടക്കം അത് നടത്തിയിട്ട് പോലും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഈ കാലമത്രയായിട്ടും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നമുക്കറിയാം, ഒരു 92 ലക്ഷം രൂപയോളം അതിൻ്റെ മെയിൻ്റനൻസിന് വർക്കായിട്ട് ഈ അടുത്ത കാലത്ത് വെച്ചിട്ട് പോലും ഇത് ഇന്ന് നാളെ എന്നുള്ള രീതിയിൽ പറയുന്നതല്ലാണ്ട് ഇതിനൊരു മാറ്റം വരുത്തുവാനായിട്ട് ഇവിടെ ഈ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. പൊതുമരാമത്ത് മന്ത്രിക്കും സ്ഥലം MLAയ്ക്കും പരാതി നൽകിയിട്ട് മാസങ്ങളായെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് മലയാളം, വയനാട്.